ഹായ് ഫ്രണ്ട്സ്, ഈസി സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തീരെ ടൈലറിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അളവ് ടോപ്പിനേക്കാളും 2 ഇഞ്ച് വണ്ണവും 3 ഇഞ്ച് ഇറക്കവും വേണം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളത് നീക്കി വയ്ക്കുന്നത്. മുൻവശം കുറച്ച് നീക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതേമാതിരി 3 ഇഞ്ച് ലെങ്ത്തും കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ, ആം ഹോളിൻ്റെ അവിടെ, ഷേപ്പിൻ്റെ അവിടെ, ഓപ്പണിൻ്റെ അവിടെ ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിക്ക് വെച്ച് മാർക്ക് ചെയ്ത് നമ്മളത് താഴെ ലെങ്ത്ത് വരെ നീട്ടി വരച്ച് ഒക്കെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കട്ടിങ് നമ്മൾ ഈസി ആയിട്ട് കഴിക്കുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റ് അളവല്ല. നമ്മൾ ആം ഹോളിൻ്റെ അവിടെ കുറച്ചും വണ്ണവും ഇറക്കവും കൂടുതലായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതെന്താ വെച്ചാൽ തുടക്കക്കാർ തയ്ച്ച് വരുമ്പോൾ പിന്നെ തുമ്പ് ഇടുന്നതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാകും. ചിലപ്പോൾ വണ്ണം കുറവൊക്കെ ആവും ലാസ്റ്റ്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് കൂട്ടിയെടുക്കുന്നത്. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റാക്കി എടുക്കാൻ പറ്റും. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് അതിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. ഇനി നമ്മൾ കൈയാണ് വെട്ടിയെടുക്കുന്നത്. കൈ അളവ് കൈയിനേക്കാളും കുറച്ചാണ് വെട്ടുന്നത്. കാരണം അതിന് പിന്നെ പട്ട വെക്കണമെന്നും ഓപ്പൺ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെട്ടിയെടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്രദമാവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.